Through this video we are going to discuss about the hyperbolic orbits. Okay? So നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പ്ലാനറ്ററി ഓർബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു വലിയൊരു ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഹൈപ്പർബോളിക് ഇക്വേഷൻസിൽ പഠിച്ച ഇക്വേഷൻസ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ആംഗുലർ മൊമെൻറ്റം L is equal to mu v0b, ആംഗുലർ മൊമെൻറ്റം. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് മ്യൂ v0 സ്ക്വയർ. അതായത് ഹാഫ് മ്യൂ v0 സ്ക്വയർ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് മാസ്സാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം വി ആർ യൂസിങ് ഹിയർ ദ റെഡ്യൂസ്ഡ് മാസ് ബിക്കോസ് ഹിയർ വി ആർ കൺസിഡറിങ് ദ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. Okay, then the potential energy U of R is equal to minus C by R. Okay, then R equal to R0 divided by 1 minus epsilon cos theta. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ here this one where R0 is equal to L square divided by mu C. Okay, so these are the different equations we studied before in previous classes. So here we can name it as 1. This is 1. ഇക്വേഷൻ നമ്പർ ഓരോന്നിനും ഓരോ നമ്പർ കൊടുക്കുക, കാരണം നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ദിസ് ഈസ് 1, ഇക്വേഷൻ നമ്പർ 1. ദിസ് ഈസ് 2. ദെൻ ഫ്രം ദിസ് 2 വി ക്യാൻ റൈറ്റ് ഹിയർ ഹാഫ് മ്യൂ v0 സ്ക്വയർ. സോ ടേക്ക് ദിസ് 2 ടു ദിസ് സൈഡ്. സോ ഹിയർ ഇറ്റ് ബിക്കം 2e is equal to mu v0 square. That is equation number 3. Number it as 3. Then this is 4 and this is 5 and this is 6. Okay, then equation number 7 is here there is an eccentricity term is there, epsilon. What is the value of epsilon? Epsilon is equal to and then the value root of 1 plus 2el square divided by mu c square. So this is the value of eccentricity. So these are the name this equation as number 7. Okay, 7. So these are the different equations. So ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പിക്ചർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇക്വേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സിറ്റുവേഷൻസ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ദ റെഡ്യൂസ്ഡ് മാസ്, ദിസ് ഈസ് ദ പാർട്ടിക്കിൾ വിത്ത് റെഡ്യൂസ്ഡ് മാസ് മ്യൂ. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ കോർഡിനേറ്റ് ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എങ്ങനെയാണ്? XY ആക്സിസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഒറിജിനിൽ തട്ടി ദെൻ ആഫ്റ്റർ ഇൻട്രാക്ഷൻ ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതിൻ്റെ വെലോസിറ്റി v0 ആണ്. ഇത്രയാണ് നമ്മൾ ആ ഇക്വേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ഒരു ബി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, സ്മോൾ ലെറ്റർ ബി. വാട്ട് ഈസ് സ്മോൾ ലെറ്റർ ബി? ദ ഇമ്പാക്റ്റ് പാരാമീറ്റർ. അവിടെ പറയുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത് അലോങ് ദിസ് ഡയറക്ഷൻ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക. ഓൾസോ ത്രൂ ദിസ് ഒറിജിൻ ഒരു പാരലൽ ലൈൻ, ഈ ടാൻജൻറ്റിന് ഒരു പാരലൽ ലൈൻ ഈ ഒറിജിനിൽ കൂടെ വരയ്ക്കുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് ഈസ് നെയിംഡ് ആസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. അതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ബി എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതാണ് ടാൻജൻറ്റ്, ദെൻ ഇതാണ് ഈ ഡയറക്ഷനിലുള്ള ടാൻജൻറ്റ്. അപ്പോൾ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഹിയർ ഫൈ. ഓക്കെ, നമ്മൾ ഈ ആംഗിളിൻ്റെ വാല്യൂ ആണ്, അതായത് ഒരു പാർട്ടിക്കിൾ ഇൻട്രാക്ഷന് ശേഷം ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. അതാണ് സൈ എന്ന ലെറ്റർ കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സൈഡ് വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1 അറിയാം നമ്മുടെ കയ്യിൽ. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? L is equal to what is the value of mu v0b. Okay, this is equation number 1. Then take R0. R0 is equal to L square divided by mu c. This is equation for R0. Then this is equation number 1. So substitute the value of equation number 1 into 7. I think this is 7 or 6. Okay, so ഇവിടെ L ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ what happens? Mu square v0 square b square divided by, so because L square, അപ്പോൾ നമുക്ക് എല്ലാറ്റിനും സ്ക്വയർ ചെയ്യണ്ടേ. അപ്പം മ്യൂ സ്ക്വയർ v0 സ്ക്വയർ b സ്ക്വയർ ഡിവൈഡ് ബൈ mu c. ഇതിലേതൊക്കെ കട്ട് ചെയ്ത് പോവും? ഒരു മ്യൂവും കട്ട് ചെയ്ത് പോയി. ദെൻ ബാക്കി എന്തുണ്ട്? mu v0 സ്ക്വയർ b സ്ക്വയർ ഡിവൈഡഡ് ബൈ c. ഓക്കെ, അപ്പോൾ ഇതിൽ mu v0 സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിട്ടുണ്ട്? 2e എന്ന് എഴുതിയിട്ടില്ലേ? ഓക്കെ, സോ 2e എന്ന് പറയുന്ന വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇക്വേഷൻ നമ്പർ 3 ആണെന്ന് തോന്നുന്നു. ഇക്വേഷൻ നമ്പർ 3 ആണ്. 2e is equal to mu v0 സ്ക്വയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ we get the value R0 is equal to
2EB square divided by C. Okay, so this is expression for R0. അതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. 8 എന്ന് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കണം. ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുത്തു. ഓക്കെ, R0 is equal to 2EB square by C. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എടുക്കുക. അടുത്തത് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് 2EB സ്ക്വയർ ബൈ സി അല്ലേ. സോ എക്സെൻട്രിസിറ്റി is equal to root of 1 plus 2EL square divided by mu c square. So this is the value of eccentricity. ഇവിടെയും നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് കിട്ടുന്ന എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 2E, ഈ 2E ഇവിടെ ഉള്ളത്. ഇനി എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? മ്യൂ V0B ആണ് എൽ. ദെൻ അതിൻ്റെ സ്ക്വയർ ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ മ്യൂ സി സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് 2E, ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2E, ഇതിന് സ്ക്വയർ ചെയ്ത് എഴുതാം, മ്യൂ സ്ക്വയർ V0 സ്ക്വയർ B സ്ക്വയർ, ദെൻ ഡിവൈഡഡ് ബൈ മ്യൂ സി സ്ക്വയർ. ഓക്കെ, ദെൻ ഇതിലും ഏതൊക്കെ കട്ട് ചെയ്ത് പോകും? ഈ ഒരു മ്യൂവും ഒരു മ്യൂ കൂടെ കട്ട് ചെയ്ത് പോകും. ദെൻ ബാക്കി എന്തുണ്ട്? റൂട്ട് ഓഫ് 1 പ്ലസ് 2E മ്യൂ V0 സ്ക്വയർ B സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിൽ വീണ്ടും ഒരു മ്യൂ വി സ്ക്വയർ കൂടെ എടുക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ മ്യൂ വി സ്ക്വയറിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് 2E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 അല്ലേ. അപ്പോൾ 2 ഇവിടെ വീണ്ടും നമ്മൾ എന്ന് കൊടുക്കുക 2E എന്ന് വിചാരിക്കുന്നു. ദെൻ എപ്സിലോൺ. മുകളിലത്തെ ഇക്വേഷൻ കാണാണ്ടോ? ഓക്കെ, കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് എപ്സിലോണിൻ്റെ ഇക്വേഷനായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ കണ്ടീഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ പറയുകയാണ് ആറിൻ്റെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ. ആറിൻ്റെ വാല്യൂ എന്താ? ഇതിന് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുത്തോളൂ കേട്ടോ. എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 9. ദെൻ നമ്മൾ ആറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആർ, വാട്ട് ഈസ് ആർ? ആർ ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ കോസ് തീറ്റ. അപ്പോൾ ഇത് എപ്പോഴാണ് ആർ മാക്സിമം ആവുക, എപ്പോഴാണ് ആർ മിനിമം ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുൻപത്തെ സെക്ഷനിലുണ്ട്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ടോപ്പിക്കിലുണ്ട്. അത് ഞാൻ ഇവിടെ പറയാം. അതായത് ആർ മാക്സിമം ആവുക. ആർ എന്ന് പറയുന്നത് എന്താ? റേഡിയസിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ്. ഓക്കെ, അതെപ്പോഴാണ് മാക്സിമം ആവുക? ഈ തീറ്റ 0 ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദിസ് കോസ് 0? കോസ് 0 എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് മാക്സിമം, അതായത് കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ അവിടെ എന്താവും? മിനിമം ആവും. കാരണം ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ആർ മിനിമത്തിലാണ് എന്ത് വരിക? തീറ്റ ഈക്വൽ ടു 0 വരിക. ദെർഫോർ ദിസ് വാല്യൂ ബിക്കം 1 മൈനസ് എപ്സിലോൺ. ഇനി ഇവിടെ നോക്കി ആർ മാക്സിമത്തിൽ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് തീറ്റ ഇസ് ഈക്വൽ ടു പൈ. തീറ്റ ഈക്വൽ ടു പൈ വരുമ്പോൾ ആർ മിനിമത്തിൽ ഇത് കൂടും, മാക്സിമം ആണ് കേട്ടോ വരിക. തീറ്റ 0 ആകുമ്പോൾ മാക്സിമം ആണ് വരിക. കാരണം ഇവിടെ വാല്യൂ കുറയല്ലേ ചെയ്യുന്നത്. ഇത് നോക്കൂ, തീറ്റ ഈക്വൽ ടു പൈ കൊടുക്കുമ്പോൾ കോസ് പൈ എന്നാണ് വരിക. കോസ് പൈ എന്ന് പറയുമ്പോൾ -1 എന്നാണ് വരിക. സോ ഹിയർ ദിസ് ഇസ് ബിക്കം പ്ലസ് 1 പ്ലസ് എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് വാല്യൂ കൂടി, ദെർഫോർ ദിസ് വാല്യൂ വിൽ ബി ലെസ്. ഡിനോമിനേറ്ററിൽ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ വാല്യൂ കുറയല്ലേ ചെയ്യുക. സോ ദിസ് ഇസ് ആർ മിനിമം, ദിസ് ഇസ് ആർ മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് വാല്യൂ. ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ആർ മിനിമം ആർ വാല്യൂവിൻ്റെ ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മളിവിടെ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യുന്നത്. ദെൻ R0ൻ്റെ വാല്യൂ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ ഈ ഹൈപ്പർബോളിക് ഓർബിറ്റ്സിൻ്റെ കൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ടേംസിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എല്ലിൻ്റെ ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദെർഫോർ R0 എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2EB സ്ക്വയർ ബൈ സി, ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുത്തില്ലേ. ദെൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എപ്സിലോണിൻ്റെ വാല്യൂ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുത്താൽ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് 2EB ബൈ സി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എനർജിയുടെ വാല്യൂ, ഇഫ് യു ആർ കൺസിഡറിങ് ദ എനർജി ഈസ് വെരി ഹൈ ഓർ എനർജി ഈസ് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ദിസ് 1. അപ്പോൾ ഈ എനർജിയുടെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഇവിടെ നമ്മൾ 1 പ്ലസ് എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല. സോ ദിസ് ഇക്വേഷൻ ചേഞ്ചസ് ഇൻ ടു ആർ മിനിമം ഇസ് ഈക്വൽ ടു എന്നത് വരും. ഈ 2EB സ്ക്വയർ അങ്ങനെ തന്നെ വരും, ബൈ സി അങ്ങനെ തന്നെയുണ്ട്, ഡിവൈഡഡ് ബൈ ഈ 1 പ്ലസ്സുകൾ ആവശ്യമില്ല, ഇതും ആവശ്യമില്ല, റൂട്ട് വേണം കേട്ടോ. സോ റൂട്ട് ഓഫ് 2EB ബൈ സി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ റൂട്ടും വന്നു സ്ക്വയറും വന്നു. സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ദിസ് റൂട്ട് ആൻഡ് സ്ക്വയർ. സോ ദാറ്റ് റിമൈനിങ് ടേംസ് ബിക്കം
2EB²/c ഡിവൈഡഡ് ബൈ 2EB/c എന്ന് വരും. ഓക്കെ, ഇന്ന് കട്ട് ചെയ്ത് കളയാം. 2 പോയി, ഇ പോയി, സിയും പോയി. ഒരു B² ഒരു ബിയും ഇവിടുത്തെ ഒരു ബിയും പോയി. ദെൻ ദ റിമൈനിങ് ടേം ഇസ് ബി. കിട്ടിയോ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആർ മിനിമം എന്ന് പറയുന്നത്, അതായത് ഓർബിറ്റിൻ്റെ മിനിമം റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്മോൾ ലെറ്റർ ബി ആയിരിക്കും. സ്മോൾ ലെറ്റർ ബി എന്നാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇമ്പാക്റ്റ് പാരാമീറ്ററിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസെപ്റ്റ് വെച്ച് പറയാനുള്ളത്. ആർ മിനിമത്തിൻ്റെ വാല്യൂ ഇട്ടാം. ഇനി നമുക്ക് തീറ്റ എന്താ നോക്കാം. ഞാൻ പറഞ്ഞു ഡിഫ്ലക്ഷൻ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ r equal to r0 എന്ന് പറഞ്ഞ ഇക്വേഷൻ, r equal to r0 ഡിവൈഡഡ് ബൈ 1 - എപ്സിലോൺ കോസ് തീറ്റ. ഇക്വേഷൻ അറിയാലോ. അപ്പോൾ ഇതിന് തീറ്റയാണ് നമുക്കിനി അടുത്തത് കാണാനുള്ളത്. അപ്പോൾ ഈ ടേമിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. r × 1 - എപ്സിലോൺ കോസ് തീറ്റ ഈക്വൽ ടു r0. ഓക്കെ, ദെൻ ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ 1 - എപ്സിലോൺ കോസ് തീറ്റ ഈക്വൽ ടു r0/r എന്നായി. ഓക്കെ, ദെൻ ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഈ എപ്സിലോൺ കോസ് തീറ്റനെ മാറ്റണം. അപ്പോൾ ഈ r0/r ഇങ്ങോട്ട് എടുത്താൽ മതി. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവില്ലേ. സോ എപ്സിലോൺ കോസ് തീറ്റ ഈക്വൽ ടു 1 - r0/r. ഓക്കെ, ദെൻ എപ്സിലോൺ കാണണമെങ്കിൽ എന്ത് വരും? ദെൻ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കുന്നുണ്ട്. ഇഫ് r ടെൻസ് ടു ഇൻഫിനിറ്റി, r ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് r മാക്സിമം ആണെങ്കിൽ എന്ത് വരും? ഈ ടേമിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം r ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹൈ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടേം വളരെ ചെറുതായിരിക്കും. സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ടേം. സോ ദെർഫോർ ഈ കോസ് തീറ്റ എ ഇസ് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. നമ്മൾ ഈ ടേമിനെ അവോയ്ഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? തീറ്റ എ എന്ന് കൊടുക്കാൻ കാരണം വെൻ r ടെൻസ് ടു ഇൻഫിനിറ്റി ദറ്റ് തീറ്റ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഇവിടെ തീറ്റ എ എന്ന് കൊടുത്തു. ദെൻ കോസ് തീറ്റ എ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 1/ε എന്ന് കിട്ടും. ദെൻ ഫ്രം ദിസ് വൺ തീറ്റ എ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്, തീറ്റ എ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/ε എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വരച്ച് നോക്കാം. നേരത്തെ വരച്ച പിക്ചർ തന്നെ അതിൽ ആംഗിളൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം, എവിടെയാണ് ആ ആംഗിൾ വരിക എന്നുള്ളത്. For example, this is the path, then this is the coordinate axis, then this is the tangent for this line, and here through this origin we can draw a parallel line. So this is the B, angle B. So here the particle mu with a mass mu and velocity v0. Then also we are drawing a tangent through this line. Okay, so it makes an angle here. This is the angle of deflection, and its value here theta a means this one, this tangent, this particle direction with this one, theta a. Also here this one, or this is theta a. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ തീറ്റ എയുടെ വാല്യൂ ആണ് ഇത്. അതിപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണേ? കോസ് ഇൻവേഴ്സ് 1/ε. അപ്പോൾ അതായത് തീറ്റ ഈ ആംഗിൾ ഏതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എപ്സിലോൺ എന്നാണ് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂവിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ തീറ്റ എ ഉള്ള കാരണം ഇവിടുത്തെ വാല്യൂ π - 2 തീറ്റ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇവിടെ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ ആംഗിളും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/ε എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇതുണ്ടാവും. അപ്പോൾ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ കോസ് 0 വരണം എന്നുണ്ടെങ്കിൽ, തീറ്റ ഈക്വൽ 0 വരണം എന്നുണ്ടെങ്കിൽ ഇത് 1 ആയാൽ മതിയില്ലേ? എപ്സിലോണിൻ്റെ വാല്യൂ 1 ആയാൽ മതിയില്ലേ? അപ്പോൾ 1/1 1. കോസ് ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എന്താ വരിക? 0. തീറ്റ ഈക്വൽ ടു 0. കോസ് 0 കൊടുക്കുമ്പോഴല്ലേ 1 കൊടുക്കുക. അതാ ഒരു കൺസെപ്റ്റില്ല. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തീറ്റ 0 എന്ന് പറയുന്നത് നോക്കി, ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ തീറ്റ എ. ഓക്കെ, അപ്പോൾ തീറ്റ എ 0 എന്ന് പറഞ്ഞ അർത്ഥം ഈ ആംഗിൾ ഇല്ല എന്നല്ലേ? സോ ദാറ്റ് വി ക്യാൻ ഡ്രോ. ഇങ്ങനെ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതേ പാർട്ടിക്കിൾ കൂടെ, ആ പാത്തി കൂടെ തന്നെ, സെയിം പാത്തി കൂടെ തന്നെ തിരിച്ചു പോകണം. സെയിം പാത്താണ് കേട്ടോ, ഇനി വരച്ചത് മാറിപ്പോയി. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ അതേ ഡയറക്ഷനിൽ തന്നെ, അതേ സെയിം പാത്തി കൂടെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, അതാണ്
തീറ്റ 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തീറ്റ മാർക്ക് ചെയ്യാൻ പറ്റില്ല. കിട്ടിയോ? അപ്പോൾ അതാണ് ഒരു കൺസെപ്റ്റ്, എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 1 ആകുമ്പോഴുള്ള കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ എനർജിയുടെ കൺസെപ്റ്റുകൾ നമ്മുടെ ഇടയിൽ 2 കൺക്ലൂഷൻസ് എടുത്തിട്ടുണ്ട്. എനർജി ഇൻഫിനിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് കുറച്ച് സ്റ്റെപ്പ് ചെയ്ത്, ദെൻ R ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഈ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ. സോ താങ്ക് യു. ഇനി ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്.